അങ്ങനെ 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോണം, 18 ദിവസം ഒരു വ്യക്തിയെ കൊണ്ട് ജയിലിലിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു, മാനസികമായിട്ട് തളർത്താൻ ശ്രമിച്ചു. എന്നിട്ടും തളരാതെ ശക്തനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുന്നത്. ഇവിടെ 18 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ കൊണ്ടിട്ടിട്ട് അപ്പുറം ഇരുന്ന് കൈകൊട്ടി ചിരിച്ച വ്യക്തികളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മൂന്നാമത്തെ പരാതിയിൽ അതിക്രൂരനായിട്ട് 3 പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും കൂടുതൽ ക്രൂരനായി ചിത്രീകരിച്ച മൂന്നാമത്തെ പരാതിയിൽ ബ്രൂട്ടലായിട്ടുള്ളൊരു ഒരു ഒരു മൃഗമാണെന്ന് വരെ ചിത്രീകരിച്ചിരുന്നു. എന്നിട്ടും മൂന്നാമത്തെ പരാതിയിൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തെങ്കിൽ അതിലൂടെ മനസ്സിലാക്കിക്കോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ശരി മാത്രമേ ഉള്ളെന്ന് കോടതിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഉഭയകക്ഷി പ്രകാരം പരസ്പര സമ്മതത്തോടു കൂടി ചെയ്തിട്ടുള്ള കാര്യം. അതിൽ രാഹുൽ മാങ്കൂട്ടം മാത്രം എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത്? നിങ്ങളൊന്ന് പറ, എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെന്ന് പറയുന്നത്? ഇവിടെ കോടതി വരെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? അത് കോടതിക്ക് അത് വ്യക്തമായി മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള ഓഡിയോ സന്ദേശം, ഈ പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ളൊരു ഓഡിയോ സന്ദേശം, ഡിജിറ്റൽ എവിഡൻസ്, അത് വിശദമായി കോടതി പരിശോധിച്ച് കോടതിക്ക് നല്ല വ്യക്തമായി ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയായതിനു ശേഷം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം പരിഗണിച്ചത്. ഇത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമാണെന്ന് കോടതിക്ക് വിശ്വാസമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ മറ്റുള്ള 2 പരാതിയും, ഈ മൂന്നാമത്തെ പരാതിയാണ് ഏറ്റവും ക്രൂരമാക്കി രാഹുലിനെ ചിത്രീകരിച്ച് രാഹുലിനെ പൂട്ടാൻ നോക്കിയത്. ആ മൂന്നാമത്തെ പരാതിയിൽ പോലും രാഹുൽ പുഷ്പം പോലെ, പിന്നെ കുറച്ച് ദിവസം ഇത് രാഹുലിനെ ജയിലിലിടാനുള്ള പരിപാടി നോക്കി, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയി. ഇത് എന്നേ മുമ്പേ ജാമ്യം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഓരോ ഈ പറഞ്ഞിട്ടുള്ള SIT റിപ്പോർട്ട് കൊടുക്കാൻ വൈകിപ്പിച്ചു, SIT റിപ്പോർട്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് രാഹുലിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ജാമ്യാപേക്ഷ നീട്ടിക്കൊണ്ട് പോകുമായിരുന്നു. രാഹുലിനെ കുറച്ച് ദിവസം കൂടെ ജയിലിനകത്ത് കാണാം. അല്ലെ പിന്നെ എപ്പോഴും ഇതിനു മുമ്പേ രാഹുലിന് ജാമ്യം കിട്ടിയനെ. പിന്നെ ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയെന്ന് കരുതിയിട്ട് ബാക്കി 2 പരാതികളും നിലനിൽക്കുവാണ്. മൂന്നാമത്തെ പരാതിയിലാണ് ഇവിടെ ജാമ്യം കിട്ടിയിട്ടുള്ളത്. ഇനിയും രാഹുലിൻ്റെ പേരിൽ 10ഓളം പരാതികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ പരാതിക്കാരി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പോക്സോ ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇനിയും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും പിന്തുണയ്ക്കുക. രാഹുലിന് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് ആ വഴി പോകാതിരിക്കുക. മാക്സിമം ഇനിയും രാഹുലിന് പിന്തുണ കൊടുക്കുക. അതുപോലെ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രാഹുൽ ശക്തനായിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം റീച്ചിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കുക. രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയങ്ങളിൽ രാഹുലിന് പൂർണ്ണ പിന്തുണ കൊടുക്കുക. രാഹുലിനെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നത് വരെ രാഹുലിന് പൂർണ്ണ പിന്തുണ കൊടുക്കുക. അതുപോലെ എല്ലാവരും ചാനലിന് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന, രാഹുലിനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയ ആ വാർത്തയൊന്ന് കണ്ടു നോക്കാം. വാർത്തയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നതാണ്. 3-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തവണ ജാമ്യം കൊടുത്തിരിക്കുന്നു കോടതി എന്നതാണ് ഇപ്പോൾ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. 3-ാം ബലാത്സംഗ പരാതിയിലാണ് രാഹുലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹനികുമാറാണ് ജാമ്യം നൽകുന്നത്. അറസ്റ്റിലായി 18 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുലിന് ജാമ്യം ലഭിക്കുന്നത്. ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി. ഷിജോ, ഈ 3-ാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. 18 ദിവസം ജയിലിൽ കടന്നുമ്പോഴാണ് ജാമ്യം ലഭിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അജിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3-ാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായിട്ടുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അറസ്റ്റിലായി 18-ാം നാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 3-ാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായി 18-ാം നാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അല്പസമയത്തിനകം ബെയിൽ ഓർഡർ ജയിലിലേക്ക് എത്തുന്ന മുറയ്ക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക. ജാമ്യത്തിന്റെ ഉപാധികൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കുറച്ചുകൂടി സമയം കാത്തിരുന്നാൽ മാത്രമാണ്. പ്രോസിക്യൂഷൻ ആവുന്നത് നോക്കി രാഹുലിനെ വീണ്ടും ജയിലിലിടാൻ, വീണ്ടും ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള പരിപാടിയൊക്കെ മാക്സിമം നോക്കി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ നല്ല അടിപൊളി വലിച്ചു കീറി വയ്ക്കുന്ന രീതിയിലാണ് പ്രകടനം നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിക്കാരൻ കൊടുത്തിട്ടുള്ള കുറേ തെളിവുകളുണ്ട് ഈ പരാതിക്കാരിയുടെ. നിങ്ങൾ നോക്കിക്കോണം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളുമായിട്ട് വന്നിട്ടുള്ള ഈ റിനി ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരെല്ലാം
അങ്ങോട്ടാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ പോയിട്ടുള്ളത്. അല്ല, രാഹുൽ അങ്ങോട്ട് പോയിട്ടല്ല. ഇപ്പോൾ റിനി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, റിനി അങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ട് അതിനുശേഷം രാഹുൽ അങ്ങോട്ട് മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കിക്കോണം, ഇവിടെ ഈ പരാതിയുമായിട്ട് വന്നിട്ടുള്ള എല്ലാ ആളുകളും രാഹുലിനെ അങ്ങോട്ടാണ് തേടിപ്പിടിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ ഇതിലൂടെ പെണ്ണ് കേസിലൂടെ തകർക്കണം എന്ന് മുമ്പേ പ്ലാൻ ചെയ്ത് കരുതി വെച്ചിട്ടുള്ള പോലെയൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെ നടന്നിട്ടുള്ളത്. ഇങ്ങനെ സൗഹൃദം സ്ഥാപിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് ലാസ്റ്റ് കുറേ ചാറ്റുകളൊക്കെ സേവ് ചെയ്ത് വെച്ച് ലാസ്റ്റ് ഒരു ടൈം പീരീഡ് കാണുമല്ലോ, ആ ഒരു ഗൂഢാലോചനയുടെ ടൈം പീരീഡ് ഈ എൻഡ് ഓഫ് ദ ഡേ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ എടുത്ത് വെളിയിലോട്ട് ഇട്ട് പൂട്ടാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നോക്കിക്കോണം, അങ്ങോട്ട് ഇതുവരെ രാഹുലിനെ ഇപ്പം ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ രാഹുലിനെ കോഴിയെന്നും അതുപോലെ രാഹുൽ ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീ പീഡകൻ എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുന്ന ആളുകൾ, നിങ്ങൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചോണം, ഇവിടെ ഒരിടത്തും രാഹുൽ അങ്ങോട്ട് പോകുന്നില്ല. രാഹുൽ ഒരു ഈ പറഞ്ഞിട്ടുള്ള ഇതിനൊക്കെ ഒരു അഡിക്റ്റ്, ഇപ്പം സ്ത്രീകൾക്കൊക്കെ അഡിക്റ്റായിട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങോട്ടേ റിക്വസ്റ്റ് അയച്ച് അങ്ങോട്ട് മെസ്സേജ് അയച്ച് ആദ്യം അങ്ങോട്ടേ സൗഹൃദം സ്ഥാപിക്കാൻ പോകത്തുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാം രാഹുലിനെ തേടിയാണ് വന്നിട്ടുള്ളത്. രാഹുലിനെ കൊടുക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. ഇപ്പം തന്നെ ഇവിടെ രാഹുലിൻ്റെ അഭിഭാഷകൻ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിൻ്റെ കയ്യിലിരിക്കുന്ന ചാറ്റുകളും കാര്യങ്ങളെല്ലാം ജനങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തെല്ലാം തെളിവ് വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരാതിക്കാരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യം മെസ്സേജ് അയക്കുന്നതും പരിചയപ്പെടുന്നതും എന്നാണ് തെളിവ് ഉൾപ്പെടെ അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്താനെ കൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം കുരുക്കാനെ കൊണ്ട് ചെയ്ത വേലയായിട്ടുള്ള തെളിവും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം നോക്കിക്കോണം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ്. രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞിട്ടുള്ള പരാതിക്കാരി വിവാഹിതയാണെന്ന് മറച്ചു വെച്ചിട്ടാണ് കല്യാണം കഴിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തോട് ആവശ്യപ്പെട്ട്, അപ്പം അവിവാഹിതയാണെന്ന് അറിയുമ്പോഴത്തേക്ക് ആരാണെങ്കിലും പറയുമല്ലോ കല്യാണം കഴിക്കും. വിവാഹിതയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല. അവിവാഹിതയാണെന്ന് പറയുമ്പോഴത്തേക്ക് ആരാണെങ്കിലും കല്യാണം കഴിക്കാം എന്ന് പറയും. അപ്പോൾ ഇവിടെയും രാഹുൽ നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരിയും അവിവാഹിതയാണ്, അപ്പോൾ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. അതിനൊക്കെ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം അറിയുന്നത് ഈ പരാതിക്കാരി വിവാഹിതയാണെന്നും മറ്റൊരു ഹസ്ബൻഡ് ഉണ്ടെന്നും നിലവിൽ ഹസ്ബൻഡ് ഉണ്ടെന്നൊക്കെ അറിയുന്നത് തന്നെ. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടം പിന്മാറുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ചതി മനസ്സിലായതിനു ശേഷമാണ് പിന്മാറുന്നത്. അപ്പം അവിടെ ആരാണ് ചതിച്ചിട്ടുള്ളത്? അത് നിങ്ങളൊന്ന് പറയും. ഇവിടെ ആരാണ് ചതിക്കപ്പെട്ടത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ തെളിവ് സഹിതം നിരത്തി അത് കോടതിക്ക് നല്ല വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ഇവിടെ തെറ്റില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഫെനി നൈനാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ റിനിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ പരാതിക്കാരിയെ 2025 ഓഗസ്റ്റിലെങ്ങാണ്ട് ഫെനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട്, റിനി ഈ മൂന്നാമത്തെ പരാതിക്കാരിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിൻ്റെ വാട്സാപ്പിലെയോ അല്ലെങ്കിൽ കോൾ ലിസ്റ്റോ എന്തൊക്കെയോ കയ്യിൽ ഉണ്ട്, അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫെനി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഇപ്പം ഇന്നും ഈ പറഞ്ഞിട്ടുള്ള റിനി അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് പുറത്തു വിടുമെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇട്ടേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതിക്കാരിയും റിനിയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നാണ് റിനി പറയുന്നത്. ഫെനി ഉറപ്പിച്ച് പറയുന്നുണ്ട് ഈ പരാതിക്കാരിയും റിനിയുമായിട്ട്, മൂന്നാമത്തെ പരാതിക്കാരിയും റിനിയുമായിട്ട് ബന്ധമുണ്ടെന്ന് ഫെനി ഉറപ്പിച്ച് പറയുന്നുണ്ട്. മിക്കവാറും ഇനി നോക്കിക്കോ, ഇതൊക്കെ തെളിവുകൾ വെളിയിൽ വരും. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ആ ഒരു പോസ്റ്റ് ഇവിടെ കൊടുക്കാം. ഇന്ന് റിനി ഇട്ട പോസ്റ്റ് ഇവിടെ കൊടുക്കാം. പോസ്റ്റിനകത്ത് റിനി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ പരാതിക്കാരിയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം പുറത്ത് വേണമെന്ന് ഫെനിയോട് വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയോ, ഏതാനും സമയം ആ തെളിവും കാര്യങ്ങളൊക്കെ ഫെനി പുറത്തു വിടുന്നതായിരിക്കും. കാരണം കുറേ തെളിവുകൾ ഫെനി പുറത്തു വിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ്
ഇതിൽ നടക്കുന്ന ഗൂഢാലോചനകളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായത്. ഒരു കണക്കിന് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സത്യങ്ങൾ വെളി വരുന്നത് അല്ലേ. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലുള്ള കുറേ കേസുകളൊക്കെ തലയ്ക്കടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇതിൻ്റെ സത്യം എന്താണെന്ന് പോലും അന്വേഷിച്ച് പോവുകയോ അല്ലെങ്കിൽ സത്യം പുറത്തേക്ക് വരികയോ ഒന്നും ചെയ്യത്തില്ലല്ലേ. ആ മനുഷ്യനെ ആ ഒരു കള്ളക്കേസിൻ്റെ പേരിലിട്ട് നരകിപ്പിച്ച് മാനസികമായിട്ട് തളർത്തി അയാളെ ജീവൻ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്, സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ സത്യങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നത് തന്നെ അല്ലേ. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വയ്ക്കാം. റിനിയുടെ ഒരു ഇൻ്റർവ്യൂയുടെ, നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ വെച്ച് തരാം. അതൊന്നും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇയാളുടെ അധികാരം വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോ മിണ്ടാതിരിക്കാമെന്ന് ഒരു സ്ത്രീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവളെങ്ങനെ തെറ്റുകാരിയാവും? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അധികാര ദുർവിനിയോഗമാണ്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അയാൾക്ക് കിട്ടിയിരിക്കുന്ന അധികാരത്തെയും അയാളുടെ സ്വാധീനത്തെയും പ്രിവിലേജുകളെയും ഉപയോഗിച്ചിരിക്കുകയാണ്. ശാരീരിക സുഖത്തിന് വേണ്ടി ഉപയോഗിച്ചു, അതിനുശേഷം ഈ മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ അയാൾ അധികാരം വെച്ച് ഭയപ്പെടുത്തി. അപ്പൊ എങ്ങനെ പെൺകുട്ടികൾ പുറത്തു വരുന്നത്? അപ്പൊ ഒരു പെൺകുട്ടി ധൈര്യം സംഭരിച്ച് വരുമ്പോൾ ഈ സമൂഹം എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നത്? കമന്റ് സെക്ഷൻസ് എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നത്? ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച്. ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബോൾഡായിട്ട് നിൽക്കുന്നത് എനിക്ക് ഒരു അതിശയം തന്നെയാണ്. ഇത്രയും ബോൾഡാവാൻ എനിക്ക് സാധിക്കും. അത് ഇതൊക്കെ കേൾക്കുന്ന ഞങ്ങൾക്കും അതിശയമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രമായിട്ടാണ് ഇവിടെ ശാരീരിക സുഖം അനുഭവിച്ചിട്ടുള്ളത്. ഈ പരാതിക്കാരികളായിട്ടുള്ള ആരും തന്നെ ശാരീരിക സുഖം അനുഭവിച്ചിട്ടേ ഇല്ല. സ്വന്തം കെട്ടിയവനിരിക്കെ, സ്വന്തം ഈ പറഞ്ഞിട്ടുള്ളൊരു കല്യാണം കഴിഞ്ഞ് ഒരു കെട്ടിയവനിരിക്കെ മറ്റൊരാളെ തേടിപ്പിടിച്ച് മെസ്സേജ് അയച്ച് റിക്വസ്റ്റ് ചെയ്ത് പോകുന്ന ഇവർ അപ്പം ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടല്ല. രാഹുൽ മാങ്കൂട്ടം മാത്രമേ ഉള്ളൂ ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് ഇവരെ പുറവേ പോയിട്ടുള്ളത് അല്ലേ. എന്തായാലും കൊള്ളാം. ഇനി ഈ പറയുന്ന വ്യക്തി എന്തിനു രാത്രി 12:30 1 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ടെലിഗ്രാമിൽ സീക്രട്ട് ചാറ്റിന് വരണം, വീഡിയോ കോളിന് വരണം എന്ന് എന്തിനു പറഞ്ഞു? അതും ശാരീരിക സുഖത്തിനല്ലായിരിക്കും അല്ലേ? അല്ലായിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്ന്. ചിലപ്പോൾ സമയം ചോദിക്കാനായിരിക്കും. രാത്രി 12:30 കോഴി പോകുന്നത്, 1 മണിക്കാണോ കോഴി പോകുന്നതെന്നൊക്കെ ചോദിക്കാനൊക്കെ ആയിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, പിന്തുണയ്ക്കുന്ന ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ഇത് 3ാമത്തെ പരാതിയാണ്. ഇനിയും രാഹുലിനെതിരെ ഒരുപാട് പരാതികൾ വരും, വരാതിരിക്കത്തില്ല. ഇനി 4ാമത്തെ ഒന്നുകിൽ പരാതി വരും, അല്ലെങ്കിൽ ഇവിടത്തോടു കൂടി ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ വഴി ഇങ്ങ് പോവും. കാരണം 3ാമത്തെ പരാതിയാണ് ഏറ്റവും കൂടുതൽ രാഹുലിനെ ഒരു ക്രൂര മൃഗമാക്കി ചിത്രീകരിച്ച പരാതി. അപ്പോൾ ആ പരാതിയിൽ പോലും കോടതി രാഹുലിന് ജാമ്യം കൊടുത്ത്, രാഹുൽ കുറ്റക്കാരനല്ല എന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് രാഹുലിന് ജാമ്യം വരെ അനുവദിച്ചത്. അപ്പം ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഇതോടുകൂടി നിർത്തി പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇനിയും പരാതിയായിട്ട് വരാനും ചാൻസ് ഉണ്ട്. ഇപ്പം 10 പരാതികൾ വരെ വന്ന് കിടക്കുകയാണ്. ഞാനപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല, ഇപ്പം 10ാമത്തെ പരാതിയിൽ ഇപ്പോൾ പരാതിക്കാരി അതിജീവിത എന്ന് പറയുന്ന പരാതിക്കാരി കൊടുത്തിട്ടുള്ളൊരു പരാതിയിലൊരു പോക്സോ കേസ് വരെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു പരാതിക്കാരിയെ വിളിച്ച്, വിദേശത്തുള്ളയാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉള്ളയാണെങ്കിലോ, ഒരു പരാതി ഇത്രയും ഒരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു പോക്സോ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പോലും രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ വിളിച്ചു വരുത്തി ചോദിക്കാൻ പോലും എന്തിനു മടിക്കുന്നു, അല്ലെങ്കിൽ ആ ചോദിക്കാതിരിക്കുന്നതിൻ്റെ കാരണം, റീസൺ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. റീസൺ എന്താണെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഒരു പരാതി, ഒരു പോലീസിന് ഒരു പരാതി കൊടുക്കുന്നു, ഒരു വ്യക്തിയുടെ പേരിൽ ഒരു പരാതി കൊടുക്കുകയാണ്. ഒരു വ്യക്തി ഈ പറഞ്ഞിട്ടുള്ള പ്രായപൂർത്തിയാക്കാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, അത് പരാതി വന്നിട്ടുള്ള ഒരു ഉറവിടം എവിടെയാണ്? ആ പരാതിക്കാരനെ വിളിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടല്ലേ അതിന് അന്വേഷിക്കൂ. ഇത്രയും ഒരു പരാതി പറഞ്ഞിട്ട് പോലും അതിനെതിരെ പിന്നെ ഒരു അന്വേഷണമോ കാര്യങ്ങളോ എന്തിനും പറയാൻ? ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സാധാരണ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി നാട്ടിൽ വരണം, നാട്ടിൽ വന്ന് ആ പരാതി എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ആ പരാതിയുടെ പേരിൽ ഇനി മുമ്പോട്ടുള്ള ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാൻ തന്നെ വകുപ്പുള്ളൂ. ഇത് എന്തിൻ്റെ വകുപ്പിലാണ്, ഏത് വകുപ്പിലാണ് ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇത്രയും ദിവസം വരെ ഒരു വ്യക്തിയെ ജയിലിൽ കൊണ്ടിട്ടേന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ.
നീ നിയമ പുസ്തകമൊക്കെ മാറ്റി എഴുതി വെച്ചിട്ടുണ്ടോ? നിയമവും കാര്യങ്ങളൊക്കെ IPC കാര്യങ്ങളൊക്കെ ഇനി മാറ്റിയോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. എന്തായാലും കൊള്ളാം. എന്തായാലും നിങ്ങളെ അഭിപ്രായം എല്ലാവരും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം തുടർന്നുള്ള പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുക.